ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു പ്രൊമോ വന്നിരിക്കുകയാണ്. പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് എവിഷൻ പ്രക്രിയ തന്നെയാണ്. ഇന്ന് ഒരാൾ ഈ ബിഗ് ബോസ് ഫീഡിനോട് വിട പറയും എന്ന് പറഞ്ഞുള്ള ഒരു പ്രൊമോയാണ് വന്നിരിക്കുന്നത്. ഈ പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് സായി, നന്ദന, നോറ, സിജോ ഒഴിച്ചു ബാക്കി എല്ലാവരും പോഡിയത്തിന്റെ മുമ്പിലായിട്ട് നിൽക്കണം. ആ പോഡിയത്തിലാണെങ്കിൽ കുറെ ഹോളുകളുണ്ട്. ആ ഹോളുകളിലേക്ക് ഈ ഇപ്പുറത്തെ സൈഡിലായിട്ട് ഒരു ടേബിളിന്റെ അകത്ത് 1, 2, 3, 4, 5 എന്ന് പറയുന്ന ഓരോ ബോക്സുകൾ വെച്ചിട്ടുണ്ട്. അതിനുള്ളിലെല്ലാം ചെറിയ ചെറിയ ബോളുകളാണ്. ആ ബോളിലെല്ലാം ഈ നോമിനേറ്റഡ് ആയിട്ടുള്ള മത്സരാർത്ഥികളുടെ പേരുകളുണ്ട്. ഈ ബോളുകളെല്ലാം പെറുക്കിക്കൊണ്ട് പോയിട്ട് ഈ പോഡിയത്തിൽ കൊണ്ട് നിക്ഷേപിക്കണം. പോഡിയത്തിന്റെ ഹോളുകളിൽ കൊണ്ടുവെക്കണം. ആരുടെ പേര് ഉള്ള ബോളുകളാണ് ആ പോഡിയത്തിൽ നിറയ്ക്കാൻ പറ്റാതെ പോകുന്നത്. അതായത് ഇപ്പൊ 20 ബോളുകൾ ഉണ്ടാവും ഓരോരുത്തരുടെ പേരിലുള്ളത്. അപ്പൊ അതിൽ 20 ബോൾ ഇല്ലാത്തവരാരാണ്, ആരാണ് ആ പോഡിയത്തിൽ നിറയ്ക്കാൻ പറ്റാതെ പോകുന്നത്, ആ വ്യക്തിക്ക് എൻ്റെ അടുത്തേക്ക് വരാം എന്നാണ് ലാലേട്ടൻ പറയുന്നത്. അങ്ങനെ അവസാനം എത്തുന്നത് ആർക്കാണ്? റസ്മിനാണ്. റസ്മിൻ ആ പോഡിയത്തിൽ നിറയ്ക്കാനായിട്ട് പറ്റുന്നില്ല. റസ്മിന് ബോൾ തികയുന്നില്ല. അങ്ങനെ ബിഗ് ബോസ് വീടിനോട് വിട പറഞ്ഞിരിക്കുകയാണ് റസ്മിൻ. വ്യത്യസ്തമായുള്ള ഒരു ഗെയിമിലൂടെയാണ് ഈ എവിഷൻ പ്രക്രിയ നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ്. കാണാൻ നല്ല രസമൊക്കെ ഉണ്ട്. അതിങ്ങനെ ബോളുകളൊക്കെ പെറുക്കിക്കൊണ്ട് പോയി ആ ഒരു ഹോളിലൊക്കെ വെക്കുന്നതൊക്കെ എന്തായാലും നല്ല രസമാണ്. ഇങ്ങനെ ഒരു എവിഷൻ മാത്രമാണ്. ഇന്ന് പകല് ലൈവില്ല. വൈകിട്ട് 9:30-ക്കാണ് ഈ എപ്പിസോഡ് സ്റ്റാർട്ട് ആകുന്നത്. അത് കഴിഞ്ഞിട്ട് ലൈവ് സ്റ്റാർട്ട് ആകുന്നത്. പഴയ നോമിനേഷൻ തന്നെ കണ്ടിന്യൂ ചെയ്യും ഇന്ന് വൈകിട്ട് തൊട്ട് തന്നെ. അതുകൊണ്ട് തന്നെ ഈ വരുന്ന ശനിയാഴ്ചയും ഞായറാഴ്ചയും ഇതേ നോമിനേഷൻ തന്നെ കണ്ടിന്യൂ ചെയ്യുമെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഈ നോമിനേഷനിലുള്ള രണ്ടുപേരൂടെ പോകാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അപ്സരയും ഋഷിക്കുമാണ് ഏറ്റവും കുറവ് വോട്ട് നിൽക്കുന്നത്. അവർ പുറത്ത് പോകേണ്ടതായിട്ട് വരും. ഇവിടെ രക്ഷപ്പെടുന്നത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സായിയൊക്കെ രക്ഷപ്പെടും. അതോടൊപ്പം തന്നെ അവിടെ നോമിനേഷനിൽ വരാത്ത നോറ രക്ഷപ്പെടും. അതോടൊപ്പം തന്നെ നന്ദന രക്ഷപ്പെടും. അങ്ങനെ നന്ദനയ്ക്കും നോറയ്ക്കും ഇവർക്കൊക്കെ ഒരു വീക്ക് കൂടെ എക്സ്ട്രാ കിട്ടും. അതായത് ഈ നോമിനേഷൻ തന്നെ കണ്ടിന്യൂ വരുമ്പോൾ ഇതിന്റെ അകത്തുള്ള ഈ നല്ല ഗെയിമായിട്ടുള്ള അപ്സരയൊക്കെ ഒരുമാതിരി ഗെയിം കളിക്കുന്ന ആളാണ്. ഗെയിം എന്ന് പറയുമ്പോൾ എല്ലാത്തിലും കയറി ഇടപെടുന്ന ഒരാളാണ്. അതോടൊപ്പം തന്നെ എന്ത് ഗെയിം കൊടുത്താലും ഒരുമാതിരി നല്ല രീതിയിൽ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്ന ഒരാളാണ്. ഋഷിയെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായിട്ടൊരു നിലപാടുകൾ കാണിക്കുന്നില്ല ഋഷി. പക്ഷെങ്കിൽ ഗെയിമൊക്കെ വരുമ്പോൾ നല്ല രീതിയിൽ കളിക്കുന്നതായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഋഷി. എന്നാൽ ഇങ്ങനത്തെ ഒരു നോമിനേഷൻ പ്രക്രിയ ആയതുകൊണ്ട് തന്നെ ഋഷി പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. 2 വിഷയം എല്ലാം ശനിയാഴ്ചയോ ഞായറാഴ്ച വെക്കുകയാണെങ്കിൽ അതിനുള്ള സാധ്യതയും കൂടുതലായിട്ട് കാണുന്നു. എന്നാൽ ഇവിടെ നന്ദനയും നോറയും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അവിടെ സേവ് ആകുന്നുമുണ്ട്. എല്ലാം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും